തോൽക്കാൻ നമുക്ക് അത്ര വലിയ ഇഷ്ടമുള്ളൊരു സംഭവം അല്ലേ. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതിൽ തോറ്റു പോകുമോ എന്നുള്ള പേടിയാണ് നമുക്ക്. പിന്നെ തോൽക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ളവരെ വിജയിച്ചിട്ടുള്ളൂ എന്ന ഒരു ക്ലീഷേ ഡയലോഗ് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തോൽവിയോടുള്ള പേടി ആരാണ് നമ്മുടെ ഉള്ളിൽ ഇട്ട് തന്നിട്ടുള്ളത്? അത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമുക്ക് തോൽവിയോട് ഇത്ര ഒരു ടെൻഷനോ, അല്ലെങ്കിൽ തോറ്റുപോയാൽ അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് ആലോചിച്ചിട്ട് നമുക്ക് പലപ്പോഴും ഈ പേടി വരാനുള്ള ഒരു കാര്യം എന്താണ്? ഞാൻ ആക്ച്വലി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ റിപ്പോർട്ട് കാർഡ് കിട്ടി പരീക്ഷയ്ക്ക് ശേഷം. ഏതാണ്ട് 4 സബ്ജക്ട്സിനോളം ഞാൻ തോറ്റിട്ടുണ്ട്. ഇനി അടുത്ത ഏറ്റവും വലിയ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് കാർഡ് സൈൻ ചെയ്യിക്കണം. വീട്ടിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ സൈൻ മേടിച്ചുകൊണ്ട് വേണം വരാൻ. ആ സമയത്ത് എൻ്റെ അച്ഛൻ സൗദിയിൽ വർക്ക് ചെയ്യുമായിരുന്നു, അതുകൊണ്ട് അമ്മയാണുള്ളത്. അപ്പോൾ അമ്മയുടെ അടുത്ത് നിന്ന് ഈ സൈൻ മേടിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഉള്ളിൽ ഒരു ടെൻഷനുണ്ട്. അതെനിക്കറിയാം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. ഇന്നും അത് ആലോചിക്കുമ്പോൾ ടെൻഷനാണ്. കാര്യം റിപ്പോർട്ട് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അന്ന് മുഴുവൻ സ്കൂളിൽ ഞാൻ പിന്നെ ഡൗൺ ആയിരിക്കും. കാര്യം ഇത് വീട്ടിൽ ചെന്ന് ഇത് കാണിച്ച് അമ്മയുടെ ഒരു റിയാക്ഷൻ അറിയുന്നത് വരെ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി സൈൻ ചെയ്യിക്കേണ്ട ഒരു സംഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒട്ടുമിക്കപ്പോഴും എൻ്റെ അമ്മ അപ്സെറ്റ് ആവുമായിരുന്നു, എന്നെ ചീത്ത പറയുമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു കേരളത്തിലൊരു 90% പാരൻസിൻ്റെ റിയാക്ഷൻ അത് തന്നെയായിരിക്കും. പക്ഷേ അത്തരത്തിൽ റിപ്പോർട്ട് കാർഡ് സൈൻ ചെയ്യാനായിട്ട് പോയപ്പോൾ ഉണ്ടായ വളരെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസിനെ പറ്റി നമ്മളുടെ ഇന്ത്യയിലെ തന്നെ ഫൈനസ്റ്റ് ആക്ടേഴ്സിൽ ഒരാളായ അനുപം ഖേർ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അനുഭവം പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ അതെന്താണെന്നും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളിലേക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിന് മുന്നേ മൈ ഡിയർ ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് സിംപ്ലി ഹംബിൾ പോഡ്കാസ്റ്റ്, ദ വൺ ആൻഡ് ഓൺലി ഡെയിലി പോഡ്കാസ്റ്റ് ഇൻ മലയാളം. കൂടെയുള്ളത് താങ്കളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് കൃഷ്ണനാണ് കേട്ടോ. അപ്പോൾ അടിച്ചു പൊളിച്ച് സുഖമായിട്ട് ഇരിക്കുകയാണ്, സന്തോഷമായിട്ട് ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി സന്തോഷം ഇച്ചിരി കുറവാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഒരു പാട്ട് കേട്ട് ആ സന്തോഷം ഒന്ന് ഉണർത്താനായിട്ട് ശ്രമിച്ചാലോ? അപ്പോൾ ഇന്നത്തെ മനസ്സ് തണുപ്പിക്കാനുള്ള സോങ് എത്തുകയാണ്. चाहे जिसे दूर से दुनिया वो मेरे करीब है, कितना कुछ कहना है फिर भी दिल में सवाल कई, सपनों में जो रोज कहा है वो फिर से कहूँ या नहीं, आँखों में तेरी अजब सी अदाएं हैं, ओ आँखों में तेरी अजब सी अदाएं हैं, दिल को बना दे जो पतंग सांसें तेरी वो हवाएं हैं. ഒരുപാടധികം പഴയ മെമ്മറീസിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ്ങാണിത്. ഓം ശാന്തി ഓം എന്ന് പറഞ്ഞ ആ കാലത്തെ വമ്പൻ ഹിറ്റ് സിനിമയിലെ പാട്ടാണ്. ഇൻ കേസ് ഈ പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കൾ ആ മൂവി കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഷാറുഖ് ഖാൻ്റെ വൺ ഓഫ് ദ എന്താ പറയുക ഫൈനസ്റ്റ് പെർഫോമൻസസ് ആണ് ഈ ഒരു മൂവിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ കെ പാടിയിട്ടുള്ള പാട്ടാണിത്. വിശാൽ ശേഖറാണ് എൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഈ പാട്ടൊന്ന് കേൾക്കുമ്പോൾ, അന്ന് 9XM എന്നൊക്കെ പറഞ്ഞ ചാനലൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് പാട്ടുകളിങ്ങനെ തുടരെ വന്നുകൊണ്ടിരുന്ന TV ചാനൽ. അതിലൊക്കെ ഈ പാട്ട് വരുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ. അതുമല്ല ഇതിൽ ആ ദിൽ കോ ബനാ ദേ ജോ എന്ന് പറഞ്ഞ ലൈൻ വരുമ്പോഴത്തേക്കും ഷാറുഖ് ഖാൻ ഇങ്ങനെ ദീപിക പദുകോണെ നോക്കി നെഞ്ചത്തിങ്ങനെ കൈവച്ച് വീഴുന്ന ഒരു സീനുണ്ട്. അതൊക്കെ വല്ലാതെ ഭയങ്കര റൊമാൻറ്റിക്കായിരുന്നു, യെറ്റ് സോ ബ്യൂട്ടിഫുൾ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീൽ തന്നിട്ടുള്ളൊരു മൂവിയും പാട്ടൊക്കെയാണ്. അപ്പോൾ ഇൻ കേസ് ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മൂവി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, അനുപം ഖേർ പറഞ്ഞ ഒരു കഥയുണ്ട്. ഇതേപോലെ സ്കൂളിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് റിപ്പോർട്ട് കാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ഫെയിലായിരിക്കുകയാണ് മൊത്തത്തിൽ എത്രയോ സബ്ജക്ട്സിന്. അതുമല്ല ക്ലാസ്സിൽ റാങ്കിങ്ങിൽ അദ്ദേഹം 59th ആണ്. ക്ലാസ്സിൽ മൊത്തത്തെ റാങ്കിങ്ങിൽ 59th ആണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അപ്പോഴത്തേക്കും പുള്ളിക്ക് സ്വാഭാവികമായിട്ട് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ വൻ ടെൻഷനായി. അങ്ങനെ വൈകുന്നേരം വീട്ടിലേക്ക് ചെല്ലുകയാണ്. റിപ്പോർട്ട് കാർഡ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനായ പുഷ്കർനാഥ് ഖേർ ഈ ഒരു റിപ്പോർട്ട് കാർഡ് മേടിച്ച് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, എത്രാമത്തെ എത്തി? അപ്പോൾ പുള്ളി പറഞ്ഞു 59th.
ക്ലാസ്സിൽ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ അനുപം ഖേർ പറഞ്ഞു 60 പേര്. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇങ്ങനെ നോക്കി. അപ്പോൾ അനുപം ഖേർ പറഞ്ഞത് ആ ഒരു പോയിന്റിൽ പുള്ളി ശരിക്കും ടെൻഷൻ അടിച്ചു. കാര്യം പുള്ളിക്കറിയാം അടുത്ത വരാൻ പോകുന്നതെന്ന് വെച്ചാൽ മൊത്തം വഴക്കും ബഹളമൊക്കെ ആയിരിക്കും. എൻ്റെ അച്ഛൻ അപ്സെറ്റ് ആവും, എന്നെ കുറേ ചീത്ത പറയും. അപ്പോൾ ഇതൊക്കെയാണ് അനുപം ഖേർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പുഷ്കർനാഥ് ഖേർ അദ്ദേഹത്തിൻ്റെ അച്ഛൻ തിരിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റ് എത്തിയ ഒരു കുട്ടി, അല്ലെങ്കിൽ ക്ലാസ്സിലോ ഇപ്പോൾ ഏത് മേഖലയിലായിക്കോട്ടെ, സ്പോർട്സിലോ എന്തിലാണെങ്കിലും എപ്പോഴും ഫസ്റ്റ് എത്തുന്ന ഒരാൾക്ക് എപ്പോഴും ആ പൊസിഷൻ തന്നെ നിലനിർത്താനുള്ള ഒരു സമ്മർദ്ദമുണ്ട്. ഈവൻ ഇഫ് ആ ഒരു ആൾ 2ാം സ്ഥാനത്തെത്തിയാൽ പോലും അത് ഏതാണ്ട് എന്താ പറയുക, താഴേക്ക് വന്ന പോലെയാണ്, ഡീമോട്ടായി പോയ പോലെയാണ്. പക്ഷേ അയാൾക്ക് ആ ഫസ്റ്റ് പൊസിഷൻ തന്നെ എപ്പോഴും നിലനിർത്തുക എന്നുള്ളൊരു സമ്മർദ്ദം കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ 59ാമതെത്തിയ ഒരാൾക്ക് പ്രോഗ്രസ്സിന് ഒരുപാട് സ്കോപ്പുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ 55ാമതാവാം, 50ാമതാവാം, വേണമെങ്കിൽ 35ആവാം, അതിനുശേഷം 20ആവാം, 15ആവാം, 10ആവാം. അപ്പോൾ ഒരുപാട് സ്റ്റെപ്സ് മുന്നോട്ട് പോകാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അനുപം ഖേർ നോക്കി പറയാണ്, മോനെ നെക്സ്റ്റ് ടൈം ഡൂ മി എ ഫേവർ, അടുത്ത പ്രാവശ്യം എനിക്കൊരു ഉപകാരം ചെയ്യുക, നീ 49ാമതെത്താൻ ശ്രമിക്കുക ക്ലാസ്സിൽ എന്ന്. ഇത് ഞാൻ കേട്ടപ്പോൾ ഞാൻ കിടങ്ങിപ്പോയി. ഇങ്ങനെയൊക്കെ പറയുന്ന അച്ഛന്മാരുണ്ടോ ഇന്ത്യയിൽ എന്നാണ് ഞാൻ ചിന്തിച്ചത്. അതിനോട് പുഷ്കർനാഥ് ഖേർ ആഡ് ചെയ്ത ഒരു ലൈനും കൂടി ഉണ്ട്. ഫെയിലിയർ ഈസ് ആൻ ഇവൻറ്റ് നോട്ട് എ പേഴ്സൺ. ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു സംഭവം മാത്രമാണ്, അതൊരു ഇവൻ്റാണ്, അതൊരിക്കലും ഒരു വ്യക്തിയല്ല. തോൽവി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം 49 എത്താൻ ശ്രമിക്കുക. അതെന്ന് പറയുന്നത് ഷുവർലി ഇമ്പ്രൂവ്മെൻ്റ് ആണല്ലോ എന്നുള്ളത്. അപ്പോൾ അനുപം ഖേർ പറഞ്ഞത് ഇത് തൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് കേട്ടപ്പോഴത്തേക്കും പുള്ളിക്ക് ഉണ്ടായ ഒരു ഫീൽ എന്ന് വെച്ചാൽ ആ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ എന്നുള്ളൊരു സാധനം, അല്ലെങ്കിൽ ഫെയിലിയർ ഒരു മോശം സംഭവമല്ല, അല്ലെങ്കിൽ ആ ഫെയിലിയറിനോടുള്ളൊരു പേടി പുള്ളിക്ക് ആ നിമിഷം പോയി എന്നുള്ളതാണ്. അത് പിന്നീടുള്ള മുന്നോട്ടുള്ള ജീവിതത്തിലും കരിയറിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് അനുപം ഖേർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മളും പലപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് തോറ്റുപോയ ആൾക്കാരെ പറഞ്ഞ് നമ്മൾ കളിയാക്കോ അല്ലെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ശരിക്കും ചെയ്യാൻ പാടില്ല. എസ്പെഷ്യലി കുട്ടികളുടെ ചെറിയ എന്തെങ്കിലും തോൽവിയാണെങ്കിൽ കൂടി നമ്മൾ എപ്പോഴും അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് ഓക്കെ ടു ഫെയിൽ. മനുഷ്യരാകുമ്പോൾ നമുക്ക് പരാജയങ്ങളുണ്ടാവാം, അതിൽ തെറ്റൊന്നുമില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഈ ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് വെച്ചാൽ ചുറ്റുമുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളതാണ്. ചുറ്റുമുള്ളവരുടെ മുന്നിൽ നമ്മൾ നാണം കെടുമല്ലോ എന്നുള്ള ഒരു പേടിയാണ്. അപ്പോൾ ഈ നാണം കെടൽ പേടി ഇങ്ങനെ ഉണ്ടായ പലപ്പോഴായിട്ട് നമ്മളുടെ സൊസൈറ്റി തന്നെയാണ് പ്രശ്നം. പലരെയും തോറ്റുപോയ പലരെയും നമ്മൾ സൊസൈറ്റി കളിയാക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ നമ്മളങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ അങ്ങനെ ഒരാളായി മാറില്ല എന്നുള്ളത്. അതായത് തോറ്റവരെ നമുക്ക് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താതിരിക്കാം, അവർക്കൊരു ചാൻസും കൂടി കൊടുക്കാം. നമ്മൾ ഇതേപോലെ ചെറുതെന്ന് വിചാരിക്കുന്ന നമ്മൾ പറയുന്ന നമ്മളെ ചെറിയ വാക്കുകളായിക്കോട്ടെ, നമ്മുടെ ഗസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ വലിയ ഹെൽപ്പായിരിക്കും പലരുടെയും ലൈഫിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ആരെങ്കിലും പരാജയത്തിൻ്റെ പേടിയിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു കഥ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. എന്തായാലും അവരെ മോട്ടിവേറ്റ് ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോഹരമായ പോഡ്കാസ്റ്റിൽ നിന്ന് നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ യു നോ വാട്ട് ടു ഡു. ആൻഡ് ഈ പോഡ്കാസ്റ്റ് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളാണ് താങ്കളെങ്കിൽ വെൽക്കം. ഇനിയും ഉള്ള എപ്പിസോഡ്സ് കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് നമ്മൾ ഡെയിലി പുതിയ എപ്പിസോഡ്സ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുന്നേ ഇന്നത്തെ കോഡ് നമുക്ക് വേണമല്ലോ. അപ്പോൾ ആരൊക്കെയാണ് അവസാനം വരെ കേട്ടതെന്ന് എനിക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കോഡ് എന്താ വയ്ക്കാം? ഇന്നത്തെ കോഡ് നമുക്ക് #റിപ്പോർട്ട് കാർഡ് എന്ന് വയ്ക്കാം. അതുമായിട്ട് സംബന്ധിച്ചുള്ള കഥകളായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് ലാസ്റ്റ് വരെ കേട്ടിട്ടുണ്ടെങ്കിൽ #റിപ്പോർട്ട് കാർഡ് വെച്ച് കമൻറ്റ് ചെയ്യൂ സുഹൃത്തുക്കളെ. ആൻഡ് താങ്ക് യു സോ മച്ച് നിങ്ങളിത് അവസാനം വരെ കേട്ടിട്ടുണ്ടെങ്കിൽ. ഇറ്റ് റിയലി മീൻസ് എ ലോട്ട് ടു മീ. അപ്പോൾ വീണ്ടും നാളത്തെ ഒരു കിഡ്ലൻ പോഡ്കാസ്റ്റിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് കൃഷ്ണൻ സൈനിങ് ഔട്ട് ഫ്രം സിംപ്ലി ഹംബിൾ പോഡ്കാസ്റ്റ്.